Hi friends, welcome back. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നെല്ലിക്കാരിഷ്ടമാണ്. നെല്ലിക്കയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. അത്രയധികം ഗുണങ്ങളുണ്ട് നെല്ലിക്കയ്ക്ക്. പക്ഷേ ഇത് തയ്യാറാക്കുന്നത് കണ്ടാൽ മനസ്സിലാവും വളരെ സിമ്പിളാണെന്ന്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒരു ഡോക്ടറുടെ വീഡിയോസാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കറക്റ്റ് 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മൂത്ത് വിളഞ്ഞ് പാകമായിട്ടുള്ള നെല്ലിക്ക എടുക്കുക. അതെങ്ങനെയെന്ന് മനസ്സിലാവാന്ന് ചോദിച്ചാൽ ഒരു മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ടാവും. ഇതാദ്യം ചീഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെത്തിക്കളയുക. അതിനുശേഷം നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ച് നന്നായിട്ട് ഒപ്പിയെടുക്കുക. ഇനി അഥവാ കുറച്ച് വെള്ളം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെയിലത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ ഫുൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും പോയി കിട്ടും. വെള്ളത്തിൻ്റെ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നെല്ലിക്കാരിഷ്ടം പെട്ടെന്ന് നാശമായി പോവും. ഞാനിത് നന്നായി ക്ലീൻ ചെയ്ത് ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം എടുത്ത നെല്ലിക്കയാണ്. ഒരുപാട് ഉണങ്ങൊന്നും വേണ്ട. ആ ഒരു വെള്ളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടുക, അത്രേ വേണ്ടുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് വൈദ്യശാലയിൽ നിന്നൊക്കെ കിട്ടുന്ന നെല്ലിക്കാരിഷ്ടത്തിൻ്റെ അതേ ഗുണം സ്ട്രോങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് പൊടിച്ചെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ പീസ് പട്ട, അതുപോലെ 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, ജീരകം ഒരു 2 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ജീരകാരിഷ്ടം തന്നെ വേറെ ആയിട്ട് കിട്ടും. ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ, കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം. അതുപോലെ ഏലക്കയുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലെങ്കിൽ അതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇത് ഗ്രൈൻഡ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇടുക. പക്ഷെ ഒന്നും കൂടെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അടുത്തതായി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് ശർക്കര. നെല്ലിക്കാരിഷ്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശർക്കര നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്നെങ്കിൽ പനഞ്ചക്കര അല്ലെങ്കിൽ കരുപ്പട്ടി, ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല ശർക്കര നോക്കി എടുക്കുക. വെള്ള ശർക്കര ഒന്നും ഇതിനു വേണ്ടി വാങ്ങിക്കരുത്. മാർക്കറ്റിലൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അത് നോക്കി വാങ്ങിക്കുക. കാരണം ശർക്കര ഒറിജിനൽ ആണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. രക്തക്കുറവിനൊക്കെ മെയിനായിട്ട് ശർക്കര മാത്രം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. നല്ല പനഞ്ചക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഞാനിവിടെ 1 കിലോ നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് കറക്റ്റ് 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ച് പീസാക്കി എടുക്കുക. ഇത് ഒരുപാട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഉരുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് അടിഭാഗത്ത് ഇത് നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് താഴ്ന്നിട്ടുണ്ടാവും. ആ ഏറ്റവും അടിഭാഗം എടുക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ ഇതിന് വേണ്ട ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ആദ്യം കാണിച്ചില്ലേ സ്പൈസസ്, അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതും ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് നന്നായി ക്ലീൻ ചെയ്ത ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ഗ്ലാസ് ബോട്ടിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വേണമെങ്കിൽ കുറച്ച് നേരം വെയിൽ കൊള്ളിക്കുക. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോവാൻ. കാരണം വെള്ളം ഉണ്ടെങ്കിൽ അരിഷ്ടം നാശമായി പോവും. നല്ല വലിയ ഭരണിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. കാരണം കുറച്ച് അധികമൊക്കെ ഒന്നിച്ചിട്ട് വെക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഓരോ ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം ശർക്കര ഇട്ട് കൊടുക്കുക, അതിനുശേഷം നെല്ലിക്ക, പിന്നെ നമ്മൾ പൊടിച്ചില്ലേ അതും കുറേശ്ശെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇതിന് കറക്റ്റ് പാകമായിരുന്നു. അത് മുഴുവനായിട്ടും ഇതിൽ തന്നെ പോയിട്ടുണ്ട്. ഇനി സ്പൈസസ് എന്തെങ്കിലും നമ്മൾ ആദ്യം ചതച്ച് വെച്ചത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെയ്യേണ്ടത് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം. വായൊന്നും ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ ഈ ഒരു ബോട്ടിലിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു തുണി വെച്ച് കെട്ടി കൊടുക്കണമൊന്നുമില്ല. ഇനി ഭരണിയൊക്കെയാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കെട്ടി കൊടുക്കുക. അതിനുശേഷം 41 ദിവസമെങ്കിലും ഇതിങ്ങനെ ഇളക്കാതെ വെക്കുക. ഒരു കബേർഡിൻ്റെ കോർണറിൽ എവിടെയെങ്കിലും വെച്ചാലും മതി. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് ആ അരിഷ്ടത്തിൻ്റെ ഗ്യാസും തരിപ്പൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് അങ്ങനെ കുറച്ചധികം വെച്ചാലും യാതൊരു കുഴപ്പമില്ല. വെള്ളമൊന്നും ഇല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു 41 ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റായിട്ട് അരിഷ്ടമായിട്ടുണ്ടാവും. അതുപോലെ നെല്ലിക്കയിലുള്ള സത്തെല്ലാം ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നെല്ലിക്ക യാതൊരു ഗുണവുമില്ല, അതിലൊന്നും ഉണ്ടാവില്ല. അരിഷ്ടമൊക്കെ എപ്പോഴും വെളിച്ചം തട്ടാത്തടുത്ത് വെക്കണം എന്നാണ് പറയുക. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു കോർണറിൽ, കബേർഡിൻ്റെ കോർണറിൽ വെച്ച് ഡോറ് ക്ലോസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ തുറക്കണ ഒരു സ്ഥലമാവരുത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തുണി വെച്ച് നന്നായി മൂടി അതിന് ശേഷം കെട്ടി വെക്കുക. അപ്പോൾ ഇത് റെഡി ആയതിന് ശേഷമുള്ള ഒരു വീഡിയോ കൂടെ ഇതിനൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലൊരു മണമൊക്കെയാണ്. കറക്റ്റ് നമ്മൾ വൈദ്യശാലയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ അരിഷ്ടത്തിൻ്റെ തന്നെ മണമാണ് ഉണ്ടാവുക. അതുപോലെ ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ പത പോലെ വരുന്നുണ്ടാവും. കുടിച്ചാലും അതെ, ചെറുതായൊരു തരിപ്പൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ ചേർത്ത ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ബോട്ടിലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഏറ്റവും അടിഭാഗം മാത്രം ഇതിൽ ചേർക്കാതിരിക്കാവും നല്ലത്. ഈ നെല്ലിക്ക നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിലിനി പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല. ഇതിലെ സത്തെല്ലാം നമ്മളെ നെല്ലിക്കാരിഷ്ടത്തിൽ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഗുണങ്ങളിലാണ് ഈ നെല്ലിക്കാരിഷ്ടം. പ്രത്യേകിച്ച് വേറൊരു അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, വലിയവരാണെങ്കിൽ ഒരു 20 ml വരെയൊക്കെ കഴിക്കുക. അതുപോലെ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക. ഒരു 1.5 വയസ്സ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മാത്രം കൊടുക്കുക. രക്തക്കുറവ്, തലകറക്കം, അതുപോലെ കുട്ടികൾക്ക് എപ്പോഴും കണ്ടുവരാറുള്ളതാണ് വിശപ്പില്ലായ്മ. ഇതിനൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്കാരിഷ്ടം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിട്ടും. 1-2 വീഡിയോ, ഡോക്ടറുടെ 1-2 വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.